നീ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞ ആ അതെ അങ്ങനെയൊന്നുമില്ലടാ. ആ ഓളത്തിനങ്ങ് വിടുവാ, നീ ശ്രമിക്കടാ. അല്ല ഈ ജോർജ് എന്ന് പറഞ്ഞ ശ്രമിക്കാഞ്ഞിട്ടാണെന്ന് നിനക്കൊക്കെ തോന്നുന്നുണ്ടോടാ? അല്ലടാ ഈ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ? അല്ല നമ്മള് അല്ല നമ്മളെ എടാ മുജീബ് എങ്ങനെ അല്ല, പറയാം, നമ്മള് അത് കല്യാണം ആലോചിച്ച് ചെയ്യുമ്പോ ചെല്ലുമ്പോഴത്തേക്കും ഡിമാൻഡ് ഭയങ്കര കൂടുതലാ. അത് അപ്പം ശരിയാ. അത് വേറെ രീതിയിൽ നമ്മൾ പണ്ടത്തെ പോലെ ഒന്നും അല്ലടാ. അല്ലല്ല, അതെ അതെ അതെ. നമ്മളൊരു അയ്യ ബന്ധത്തിന് അല്ല അയ്യ, ഇതിലിപ്പോ അതെന്ന് പറഞ്ഞാ ജോജ വളച്ചെടുക്ക, അതല്ലാതെ വേറെ മാർഗമൊന്നും എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല ഇവനിപ്പോ അത്യാവശ്യം ഫിനാൻഷ്യലി ആ, സെറ്റായി അത്യാവശ്യം ജോലിയും ഉണ്ടല്ലോ, ഇനിയിപ്പോ എന്നാ പ്രശ്നം? അത് നമുക്കൊക്കെ നോക്കുമ്പോ ശരിയാവും. ഇനിയിപ്പോ അല്ലെങ്കിൽ പക്ഷെ അല്ലാതെ ഒരു പെണ്ണെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ആ, പറഞ്ഞ് സെറ്റായിട്ട് വരണം. അത് അവനെ കൊണ്ട് ഇപ്പൊ അതെ അതെ ചെയ്യാനും അതെ. പറ്റത്തില്ലെന്ന് തോന്നുന്നു. ആ ഇപ്പൊ മറ്റേ നമുക്കിപ്പോ ഫേസ്ബുക്ക് ഓഫീസിൽ ആയതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ഒരു പരിധി കൂടുതൽ പറ്റത്തില്ല. അങ്ങനെ ഒരു സീനുണ്ട്. അവിടെ പിന്നെ അവിടെ അവസാനം ഏതെങ്കിലും ഉണ്ടോ നോക്കണേ. പിന്നെ ഇല്ല അവസാനം ഈ കിരീടം വെച്ചിട്ട് ചെങ്കോലും വെച്ചിട്ട് ഇല്ല, ഇറങ്ങേണ്ട അവസ്ഥ വരും. അതവസ്ഥ. അവന് മറ്റേ വളയ്ക്കാൻ അറിയത്തില്ല. അവന് മറ്റേത് വരും, അന്നേരം തന്നെ മറ്റേ യുക്തിചിന്തയൊക്കെ കേറി വരും. അതെ, അപ്പൊ അപ്പൊ അതൊക്കെ ഇനി ഒരു വെച്ചിട്ട് അംഗത്തിനുള്ള സത്യം ഇനി ഒരു നിന്റെയൊക്കെ അംഗത്തിനുള്ള കൂടെ ഭാര്യയും കൂടെ നടന്നപ്പോ ഉണ്ടോ? അതെങ്ങാനും അല്ല നിന്റെയൊക്കെ കൂടെ നടന്നപ്പോ അതേലും ഒന്ന് പഠിക്കാൻ മതിയായിരുന്നു. അതിനും പറ്റിയില്ല. അതെ അതെ. അന്നാ സിൻഷയൊക്കെ പറഞ്ഞായിരുന്നു ഇവനെ ഇഷ്ടമാണെന്നൊക്കെ, പക്ഷെ ഇവൻ വന്നില്ല ആ വഴിക്ക്. അത് ആര് അത് പറഞ്ഞു? അത് വെട്ടിക്കുഴി ഇമ്പ്രസ് ചെയ്യാൻ പോകണ്ടല്ലോ, എനിക്ക് ഹിമോക്ക് കണ്ടത് വാണിംഗ് ഒക്കെ തന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു. അതെ അതെ. അതെ അതെ. എന്നെ അവക്കും ഇറക്കി അല്ല വിട്ടില്ലേ? എനിക്കുമില്ലേ? അല്ല സിൻഷയുടെ കാര്യം നിനക്കൊക്കെ പറഞ്ഞു. വാണിംഗ് ഉള്ളു, എന്നെ ഇറക്കി വിട്ടില്ലേ? ആരെ നിന്നെ ഇറക്കി വിട്ടു? ഇനിയിപ്പോ ഇവൻ ഇവനും കൂടെ അല്ലേ ഉള്ളൂ നമ്മുടെ കൂടെ. ആൽബിൻ ഉണ്ടായിരുന്നു. ഇനി ഇവനും കൂടെ അല്ലേ ഉള്ളൂ. ആ ഇവനുണ്ടല്ലോ, മണ്ടയിലുണ്ടല്ലോ. ആ മണ്ടയിലുണ്ട്, മണ്ടയിൽ അവൻ മറ്റേ കേട്ടില്ല. അജിത്തോൻ എടാ അവൻ മണ്ടയില് കേട്ടില്ല. മണ്ടേ എടാ അവൻ സരിതയുടെ ആളാണ്, സരിതയുടെ ആളാ അവനെ മുജീബേ. അല്ല അജിത്തോന് മുജീബ് പെൺപിള്ളേരെ സരിത ഇല്ലാന്നില്ല, അവന് കാണാൻ സോളാറിലല്ലേ? ലൗലായിരുന്നു. സരിത അതെ കാണാൻ അതെ വന്നിട്ടുണ്ട്. അതെ. മുജീബ് അവള് ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യുവാടാ. നമ്മള് പണ്ടത്തെ ആണോ? ഇപ്പോഴത്തെ കുറെ സിനിമകൾ കാണത്തില്ലേ, 80s കുറെ നഷ്ടപ്പെട്ട പ്രണയത്തിൽ തിരിച്ചു പിടിക്കുന്ന, അതിനുവേണ്ടി അതെ. വെയിറ്റ് ചെയ്യുക. അല്ല അവക്ക് 2 നാട്ടില് പിള്ളേരൊന്നുമില്ലേ, 2-3 അത് നാ- എടാ ശ്രീജിത്ത്, നാട്ടിലാണ്. അതൊന്നും ഒരു പ്രശ്നമല്ലടാ. രണ്ട് പിള്ളേരൊന്നും പ്രശ്നമല്ല. ഇവൻ പറഞ്ഞ കല്ല് വലിയെന്നാ പറയുന്നത്. അതെ അല്ലേ. ജോബിജി നാട്ടിലുണ്ടായിരുന്ന നമുക്കൊരു പൂർവ്വ വിദ്യാർത്ഥി മുമ്പേ സംഘമൊക്കെ പറഞ്ഞതിന്റെ ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ പറയും. പെണ്ണുപിള്ള എന്നടാ കേൾക്കുന്നുണ്ടെന്നൊന്നും നോക്കൂല. ആരില്ല, അവര് പോയി താഴെ പോയി. നീ പറഞ്ഞു. പോയാ ആ ജസീല ടീച്ചറോട് നീ കാണിച്ചതിന്റെ അത്ര ഒന്നും ഞാൻ ആരോടും കാണിച്ചിട്ടില്ല കേട്ടാ. എടാ പട്ടി, എടാ മരിച്ചുപോയാലും എന്തുകൊണ്ട്? പറയണം. ഞാൻ പറയും എന്തുവരാ ഇതിലേക്ക് എടാ ഇങ്ങനെയൊക്കെ ഇവനെ ഉണ്ടായിരുന്നോ? ഇവനെ ഒന്ന് കാണണമെന്ന്. ഹലോ എടാ ഹായ് എടുക്കാ. പറയാ. ഞങ്ങളെ കൊറേ നേരം അങ്ങോട്ട് നോക്കണേ. മിടുക്കാ. എന്നെ പേരെന്നാ? എടാ ഇത്ര നേരം എന്ത് ആലിന്റെ ചെയ്യും? കൊച്ചു, ഇത്ര നേരം ആലിന്റെ കൊച്ചു ഉണ്ടായിരുന്നു, അങ്ങനെ കാണായിരുന്നു. ആണോ? ആ സയൻ. എന്നെ ആ ഉണ്ടായിരുന്നു. അടിപൊളി. നല്ല ആ പേരാ കേട്ടോ. സൂപ്പറാണ്. ഒരുത്തനെ അകത്തിട്ട് നോക്കുന്നുണ്ടോ? ആ അവള് ഒളിഞ്ഞു അവനും ചേർന്നുണ്ട്. ഓടി ഓടി വരുന്നുണ്ട്. ആ എടാ രണ്ട് അല്ല ഓടി ആൺപിള്ളേരാണോ വരുന്നുണ്ട്. നിനക്ക് മുജീബേ? ഏ? 2 ആൺപിള്ളേരാണോ? ആ രണ്ടുപേര്